ഏവർക്കും സ്നേഹവന്ദനം. ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം, ആ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ചില വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പേർഷ്യ എന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ വിളിച്ചിരുന്നത്. ബൈബിളിൽ ഇന്നേക്ക് 2600 വർഷങ്ങളുടെ ചരിത്രവും ആത്മീയ പശ്ചാത്തലവും ഉള്ളതായ ലോക ചരിത്രത്തിൽ വളരെ പുരാതനവും സ്വാധീന ശക്തിയുമുള്ള ഒരു രാജ്യമായിട്ടാണ് ഇന്നത്തെ ഇറാൻ കാണപ്പെടുന്നത്. പുരാതന കാലത്ത് ഈ രാജ്യം പേർഷ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബൈബിൾ ചരിത്രത്തിലും പേർഷ്യയ്ക്കൊരു വലിയ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങളിൽ പേർഷ്യൻ രാജാക്കന്മാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ലോകരാഷ്ട്രത്തിലും ഇറാൻ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണെന്നുള്ള നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പേർഷ്യയുടെ ചരിത്രം മനസ്സിലാക്കുന്നത് ബൈബിൾ പഠനത്തിനും ലോക ചരിത്ര പഠനത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഒന്നാമതായിട്ട് പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായി പേർഷ്യൻ സാമ്രാജ്യം വളരുവാൻ ഇടയായി. ഈ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന സൈറസ് ദ ഗ്രേറ്റ്, അദ്ദേഹം സ്ഥാപിച്ച സാമ്രാജ്യം അക്കാമെയ്ൻഡ് എംപയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്രിസ്തുവിന് മുമ്പ് 539 അദ്ദേഹം ബാബിലോൺ കീഴടക്കുകയും ഈ സംഭവത്തെക്കുറിച്ച്, ഇങ്ങനെ ബാബിലോണെ കീഴടക്കിയ സംഭവത്തെക്കുറിച്ചൊക്കെ യഹൂദന്മാരുടെ ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഹൂദന്മാരുടെ ചരിത്രവുമായിട്ട് വളരെ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് സൈറസിൻ്റെ ജീവിതം. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന രാജാവ് യഹൂദന്മാരുടെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. യഹൂദന്മാരുടെ മോചനവും പേർഷ്യയുടെ പങ്കുവെന്നുള്ളതാണ് രണ്ടാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. ബാബിലോണിൽ തടവിലായിരുന്ന യഹൂദന്മാരെ അവരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോവാനായിട്ട് അനുവദിച്ച വ്യക്തിയാണ് സൈറസ് രാജാവ്. ഈ സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എസ്രായുടെ പുസ്തകത്തിൽ നമുക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കാണാൻ കഴിയും. സൈറസ് രാജാവ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. യഹൂദർ യെരുസലേമിലേക്ക് മടങ്ങണം. ജെറുസലേമാണ് യഹൂദന്മാരുടെ തറവാടെന്നും അതുകൊണ്ട് ആ ജെറുസലേമിലേക്ക് പോയി അവിടെ അവരുടെ ദേവാലയ പണികൾ പൂർത്തീകരിക്കണം. അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയത്തെ അവർ പുനർവിന്യസിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദേവാലയം വീണ്ടും പുതുക്കി പണിയാനായിട്ട് യഹൂദന്മാർ എടുത്ത എല്ലാ പ്രയത്നങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ ചരിത്രങ്ങളൊക്കെ ഈ സൈറസ് രാജാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ പേർഷ്യൻ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മൂന്നാമതായിട്ട് എസ്തേർ എന്ന് പറയുന്നതായ ഒരു പുസ്തകം വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ ആ എസ്തേറിൻ്റെ പുസ്തകത്തിലെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുക്ക് ഓഫ് എസ്തേർ എന്നുള്ള പുസ്തകത്തിൽ അതിൻ്റെ ഒരു വിശദാംശം കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്ന രാജാവാണ് അർത്തസഷ്ടാവ്. ബൈബിളിൽ അഹസ്രസ് എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് യഹൂദന്മാരെ നശിപ്പിക്കാൻ ഒരു ഗൂഢാലോചന നടക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായിരുന്ന രാജ്ഞിയായിരുന്ന എസ്തേറിൻ്റെ ധൈര്യപൂർവമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് യഹൂദന്മാർ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സംഭവമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നാലാമതായിട്ട് ഗ്രീക്ക് അധിനിവേശം. ക്രിസ്തുവിന് മുമ്പ് അഥവാ BC 330 അലക്സാണ്ടർ ദ ഗ്രേറ്റ് പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കുകയും ഇതോടെ പേർഷ്യയുടെ ശക്തി കുറഞ്ഞു വരികയും ഗ്രീക്ക് സംസ്കാരം ഈ പ്രദേശത്ത് വ്യാപിപ്പിക്കുകയും ചെയ്തു. അഞ്ചാമതായിട്ട് ഇസ്ലാമിൻ്റെ വരവ്. ക്രിസ്തു വർഷം അഥവാ AD 7-ാം നൂറ്റാണ്ടിൽ അറബ് സൈന്യങ്ങൾ പേർഷ്യയെ കീഴടക്കി. ഈ സമയത്ത് ഇസ്ലാം ഈ പ്രദേശത്ത് വ്യാപിക്കുവാനിടയായി. അതിനുശേഷം പേർഷ്യ ഒരു ഇസ്ലാമിക സമൂഹമായിട്ട് മാറുകയുണ്ടായി. ആറാമതായി ഷിയ ഇസ്ലാമിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഇറാൻ. 16-ാം നൂറ്റാണ്ടിൽ ഷാ ഇസ്ലാമി ഒന്നാമൻ സ്ഥാപിച്ച സഫേദ് ഡൈനസ്റ്റി ഇറാനിൽ ഒരു വലിയ മതപരമായ മാറ്റം കൊണ്ടുവരുവാൻ ഇടയായി. ഈ കാലത്ത് ഷിയ ഇസ്ലാം രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാൻ ഷിയ ഇസ്ലാമിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് മാറുകയും ഇന്നും ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ മുസ്ലിം രാജ്യമായിട്ട് നിലകൊള്ളുകയും ചെയ്തു. ഏഴാമതായിട്ട് 20-ാം നൂറ്റാണ്ടിൽ ഇറാൻ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്ന ഒരു രാജ്യമാണ്. 1979 നടന്നിട്ടുള്ള ഇറാനിയൻ റവല്യൂഷൻ രാജതന്ത്ര ഭരണത്തെ അവസാനിപ്പിക്കുകയും
തുടർന്ന് ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതായിട്ടുള്ള വ്യക്തി റൂഹുള്ള ഖൊമേനി, അദ്ദേഹം ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട്, ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് ഇറാനെ മാറ്റുകയും ചെയ്തു. ഇതോടെ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് തീരുകയുണ്ടായി. എട്ടാമതായിട്ട് ഇറാനും ലോക രാഷ്ട്രീയവും. ഇന്നത്തെ ലോകത്തിൽ ഇറാൻ മധ്യപൂർവ്വ ദേശ രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തി, ഇസ്രായേലുമായിട്ട് ശക്തരായിട്ടുള്ള ഒരു വൈരാഗ്യമുള്ള രാജ്യമായി ഇറാൻ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ബൈബിൾ പഠനങ്ങളിലും ഇറാൻ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇറാൻ്റെ പരമോന്നത മത നേതാവായിരുന്ന ആയത്തുള്ള ഖമേനി അടുത്ത സമയത്ത് കൊല്ലപ്പെട്ടതായിട്ടുള്ള ആ മാന്യ വ്യക്തി ഒരിക്കലല്ല പല പ്രാവശ്യം പറയുകയുണ്ടായി, ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും. അപ്പോൾ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക റവല്യൂഷൻ പാർട്ടിയായിട്ട് അത് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒമ്പതാമതായിട്ട് വിശുദ്ധ ബൈബിളിലെ എസെക്കേൽ പ്രവചനത്തിലെ പേർഷ്യ, ബൈബിളിലെ ബുക്ക് ഓഫ് എസെക്കേൽ ചാപ്റ്റർ 38 വേഴ്സ് 5 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തെക്കുറിച്ച്. ഇതിനെ പേർഷ്യ, കുഷ്, പുട്ട് എന്ന ആളുകളോട് കൂടെ അവരൊരുമിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ചില ക്രിസ്ത്യൻ ബൈബിൾ പണ്ഡിതന്മാർ ഈ പേർഷ്യ ഇന്നത്തെ ഇറാനാണെന്ന് കാണുക മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ പ്രവചനം ഇന്നത്തെ മധ്യപൂർവ്വ ദേശത്തെ രാഷ്ട്രീയവുമായിട്ട് അത്തരക്കാരെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പത്താമതായിട്ട് ഇന്നത്തെ ഇറാനിലെ ആത്മീയ മാറ്റങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ഇറാനിൽ മതപരമായ സാഹചര്യം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ചില പഠനങ്ങൾ പറയുന്നത് ധാരാളം യുവാക്കന്മാർ മതത്തിൽ നിന്ന് പുറത്തു പോവുകയും ധാരാളം ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഹൗസ് ചർച്ചസ് ഒക്കെ ഫോം ചെയ്യാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഹൗസ് ചർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി സത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ തക്കവണ്ണം ആളുകൾ സജ്ജരാകുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ചില രഹസ്യ സഭകളും അവിടെ വളർത്തിച്ചു വരുന്നു, ധാരാളമായിട്ട് പെരുകി വരുന്നു എന്ന് ഇന്നത്തെ പഠനങ്ങൾ പറയുന്നു. കാരണം ഒഫീഷ്യലായിട്ടുള്ള അവിടുത്തെ മതം എന്ന് പറയുന്നത് ഷിയ മതമാണ്, ഇസ്ലാമാണ്. അപ്പോൾ അതിന് വിഘാതമായിട്ട് മറ്റൊരു മതം വരുന്നതിന് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പലരും രഹസ്യ അറകളിൽ കൂടി വരികയും ആരാധിക്കുകയും ചെയ്യുന്നു. സഭകൾ എണ്ണത്തിലും ഗുണത്തിലും പെരുക്കമുള്ളതായിട്ട് മാറുന്നു. മാത്രമല്ല, അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വിശ്വസിക്കാമെങ്കിൽ അനേക ഷെയ്ഖുമാരുടെ കുടുംബാംഗങ്ങൾ പോലും ക്രിസ്തീയ വിശ്വാസികളായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ബൈബിൾ കാലത്ത് യഹൂദരെ സഹായിച്ച ഒരു സാമ്രാജ്യമായിരുന്നു ഈ പറയുന്നതായിട്ടുള്ള ഇറാനും ഇറാനിലെ ജനതയും ബൈബിളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു രാജ്യം തന്നെയാണ്. പിന്നീട് ഇസ്ലാമിക ലോകത്തിലെ ശക്തമായ രാജ്യമായി അതറിയപ്പെട്ടു. ഇന്ന് ലോക രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ശക്തിയായിട്ടാണ് ഇറാൻ നിലകൊള്ളുന്നതെന്ന് നമുക്കറിയാം. ചരിത്രം മാറിയാലും മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും കഥകൾ മാറി വന്നാലും അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ്റെ പരാജയമോ വിജയമോ എന്നുള്ളതല്ല, മറിച്ച് ഇറാനിൽ പാർക്കുന്നവരും മനുഷ്യരാണെന്നും അവിടെ ക്രിസ്തീയ സഭ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള വാർത്ത കൂടെ ക്രൈസ്തവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുകയും ആ രാജ്യത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും നമ്മുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ലെന്നറിഞ്ഞ് ക്രിസ്തീയ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനത്തോട് പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ തക്കവണ്ണം ക്രിസ്തീയ വിശ്വാസികൾക്ക് എല്ലാവർക്കും സാധിക്കണമെന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.